8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന പാഠഭാഗത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെറ്റ്സ് റിവൈൻഡ്. ഗോ ത്രൂ ദ പാസേജ് ആൻഡ് ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓഫ് ദി ഓപ്ഷൻസ് ഗിവൺ. ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. So first question, what motivated Abdul Kalam to take on the newspaper delivery? അബ്ദുൽ കലാമിന് ആ ന്യൂസ് പേപ്പർ ഡെലിവറി ഏറ്റെടുക്കാനായിട്ട്, ആ ന്യൂസ് പേപ്പർ ജോലി ഏറ്റെടുക്കാനായിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ, ടു സാറ്റിസ്ഫൈ ഹിസ് ഡിസയർ ഫോർ അഡ്വെഞ്ചർ, ടു ഇംപ്രസ് ഹിസ് ഫ്രണ്ട്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു ഫുൾഫിൽ എ സ്കൂൾ റിക്വയർമെൻറ്റ്, ഒരു സ്കൂൾ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. ഇതിലേതാ വരുന്നത്? നമുക്കറിയാം അല്ലേ, ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ജോലി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഡു യു തിങ്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് അബ്ദുൽ കലാം ഫേസ്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്? ഒരു ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുന്ന സമയത്ത് അബ്ദുൽ കലാം നേരിട്ടിരുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്, ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, ഇൽ ഹെൽത്ത്, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇതിലേതാ വരാം? നമുക്കറിയാം അല്ലേ, അവന് ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ് ആണ് ആൻസർ വരുന്നത് അല്ലേ. പഠനവും ജോലിയും തമ്മിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു അവൻ മെയിനായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈ വാസ് ദ മേജർ എഫക്റ്റ് ഓഫ് വേൾഡ് വാർ II ഓൺ കലാംസ് ഫാമിലി? കലാമിൻ്റെ ഫാമിലിയിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അവൻ്റെ ഫാമിലിയിലെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഏത് തരത്തിലായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു? ദ ലിവ്ഡ് ഇൻ ഫിയർ, പേടിയോടെ ജീവിക്കായിരുന്നു അവർ. അതുപോലെ ലോസ് ദെയർ ഹൗസ്, അവർക്ക് അവർ വീട് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഹാഡ് ടു റേഷൻ ഫുഡ് അല്ലേ, എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടിട്ടുണ്ടായിരുന്നത്. ലിവ്ഡ് ഇൻ എ റിലീഫ് ഷെൽട്ടറിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. തന്നെ ഇതിലേതായിരുന്നു മെയിനായിട്ട് അവർ ഫേസ് ചെയ്തിരുന്നത്? ഹാഡ് ടു റേഷൻ ഫുഡ് ആയിരുന്നു അല്ലേ. അതിൽ പറയുന്നുണ്ട് എന്താ, അമ്മയും മുത്തശ്ശിക്കൊക്കെ കുറച്ച് ഫുഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കഴിക്കാനെന്നില്ലേ. അപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ആൻസർ വരുന്നത്. ദെൻ ഫോർത്ത് വൺ, വാട്ട് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഡിഡ് കലാം ഡെവലപ്പ് ബൈ ന്യൂസ് പേപ്പർ ഡെലിവറി? ന്യൂസ് പേപ്പർ ഡെലിവറിയിലൂടെ കലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താ ആ ഒരു സ്കില്ലില്ലേ, അവന് നേടിയെടുത്ത ഒരു കഴിവ് എന്തായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? സൈക്ലിംഗ് ആണോ, ടൈം മാനേജ്മെൻ്റ് ആണോ, ടെക്നിക്കൽ സ്കില്ലുകളാണോ, റീഡിങ് സ്കില്ലാണോ, ഏതാ വരുന്നത്? യെസ്, ടൈം മാനേജ്മെൻ്റ് ആണ് അവന് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അവന് പഠനത്തിനും ഈ ജോലിക്കൊക്കെയുള്ള ആ ഒരു ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു അവന് അതിൽ നിന്ന് പഠിച്ചെടുത്തത്. The next question, what did Kalam's mother do to support him in his daily routine? കലാമിന് അവൻ്റെ ഡെയിലി റുട്ടീനിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവൻ്റെ അമ്മ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? കലാംസ് മദർ സപ്പോർട്ടഡ് ഹിം ബൈ വേക്കിംഗ് ഹിം അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ടു ഹെൽപ്പ് ഹിം പ്രിപ്പയർ ഫോർ ഹിസ് ട്യൂഷൻ വേണ്ടി റെഡി ആവാൻ വേണ്ടിയിട്ട് നേരത്തെ അവനെ വിളിച്ച് എണീപ്പിക്കുമായിരുന്നു. ഷി വുഡ് മേക്ക് ഷുവർ ആൻഡ് ഹെൽപ്പ് ഹിം ടു ബാത്ത്, അവന് കുളിച്ചെന്ന് ഉറപ്പ് വരുത്തുകയും കുളിക്കാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഷി വുഡ് എൻഷുർ ദാറ്റ് കലാം ഹാഡ് എ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ സെൻഡിങ് ഹിം ഓഫ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അവന് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തുമായിരുന്നു. ഹെർ സപ്പോർട്ട് വാസ് ക്രൂഷ്യൽ ഇൻ ഇനേബിളിംഗ് കലാം ടു മെയിൻറ്റെയിൻ ഹിസ് റുട്ടീൻ. സോ കലാമിന് അവൻ്റെ ആ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരാൾ തന്നെയാണ് അവൻ്റെ അമ്മ അല്ലേ. Then second question, Kalam balanced his work and school, playing his part in a way that truly mattered. What is your opinion on children evolving into responsible members of the family? കലാമിനെ പോലെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു റെസ്പോൺസിബിൾ മെമ്പറായി മാറുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തെഴുതാം? ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ടു ബിക്കം റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. എനിക്ക് തോന്നുന്നത് എന്താ, കുട്ടികൾക്കും ഇതുപോലെ ഒരു ഫാമിലിയിലെ റെസ്പോൺസിബിൾ മെമ്പർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വെൻ ചിൽഡ്രൻ ഹെൽപ്പ് അറ്റ് ഹോം ദേ ലേൺ ദ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അവർ നമ്മളെ വീട്ടിൽ ഇതുപോലെ സഹായിക്കാനായിട്ടൊക്കെ തുടങ്ങിയാൽ അവർക്ക് ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ, ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്താണ്, മൂല്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ആക്ടിവിറ്റി 1,
Young Kalam had a difficult time collecting newspaper bundles at Rameshwaram station since the train didn't stop there. യങ് കലാമിനിലെ ആ കുട്ടിയായിരുന്നപ്പോൾ കലാമിന് രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിന് നിർത്താതെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ടൈമിൽ പത്രത്തിൻ്റെ ബണ്ടിൽസ് കളക്ട് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് അവന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതർ റെസിഡൻസ് ഓഫ് ദ വില്ലേജ് ടു ഫൗണ്ട് ദിസ് ഇൻകൺവീനിയൻറ്റ്. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള വില്ലേജിലെ നിവാസികൾക്കും ഇത് വളരെ അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇമാജിൻ ദാറ്റ് യങ് കലാം ടേക്സ് ദ ഇനിഷ്യേറ്റീവ് to write a letter to the divisional manager, Southern Railway, requesting them to reinstate the stop at Rameshwaram station. Let's have a look at the letter. Then Abdul Kalam എന്ത് ചെയ്യാണ്? കലാം മുൻകൈ എടുത്തുകൊണ്ട് ഈ സൗത്തേൺ റെയിൽവേയിലെ ഡിവിഷണൽ മാനേജർക്ക് ഒരു ലെറ്റർ എഴുതുകയാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഈ രാമേശ്വരത്ത് ആ റെയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ, അങ്ങനെ ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ആ ഒരു ലെറ്റർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലെറ്റർ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു റെയിൽവേയിലെ ഉദ്യോഗസ്ഥർക്കാണ് എഴുതുന്നത് അല്ലേ. സോ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ ഫ്രണ്ട്സിന് എഴുതുന്ന പോലെ എഴുതാൻ പറ്റൂല അല്ലേ. അപ്പോൾ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ രീതിയിൽ കറക്റ്റ് ഓരോരോ സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് രാമേശ്വരം സ്കൂൾ തമിഴ്നാട് എന്ന് എഴുതിയിട്ട് അതെന്താണ് സെൻറ്റേഴ്സ് അഡ്രസ്സാണ് അല്ലേ. കത്ത് എഴുതുന്ന ആൾ ആരാണോ അയാളുടെ അഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദെൻ അതിന് താഴെ കൊടുക്കണം, ഡേറ്റ് കൊടുക്കാം. ദെൻ റെസിപ്പിയൻ്റ് അഡ്രസ്സാണ് അല്ലേ. ആർക്കാണോ കത്ത് കിട്ടേണ്ടത് അവരുടെ അഡ്രസ്സ് അതിന് താഴെ കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ദ ഡിവിഷണൽ മാനേജർ സൗത്തേൺ റെയിൽവേ എന്ന് അല്ലേ. then അതിന് താഴെ ഒരു സല്യൂട്ടേഷൻ, ഒരു അഭിസംബോധന. നമ്മൾ പറയില്ലേ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ റെസ്പെക്റ്റഡ് സാർ എന്നോ ഡിയർ സാർ എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ സബ്ജക്റ്റ് കൊടുക്കണം. ഇതുപോലെയുള്ള ഫോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്റർ ആകുമ്പോൾ മെയിനായിട്ട് അതിൽ വരുന്ന കാര്യം നമ്മൾ എന്തിനാണോ എഴുതുന്നത് ആ ഒരു വിഷയം നമ്മൾ മെയിനായിട്ട് എടുത്ത് എഴുതാം. ഇതുപോലെ സബ്ജക്റ്റ് എന്ന് എഴുതാം. ദെൻ റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാനുള്ള റിക്വസ്റ്റ് ആണ് അല്ലേ. അതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ദെൻ അതിന് താഴെയായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എഴുതാം. അപ്പോൾ ആ കണ്ടന്റ് എഴുതുന്നതിന് 3 രീതിയുണ്ട്. ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ അതിന് താഴെ മെയിൻ കണ്ടന്റ് ആയിട്ട് അടുത്ത പാരഗ്രാഫ് എഴുതാം. ദെൻ അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ, ഒരു അവസാനിപ്പിക്കുന്ന രീതിയിലൊരു കൺക്ലൂഷനും കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് എഴുതിയിട്ടില്ലേ നോക്കാം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഐ ആം അബ്ദുൽ കലാം, എ സ്റ്റുഡൻറ്റ് ഓഫ് രാമേശ്വരം സ്കൂൾ. ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ബ്രിങ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ റിഗാർഡിംഗ് ദ റെയിൽവേ സർവീസ് ഇൻ അവർ റീജിയൻ. ഞാൻ രാമേശ്വരം സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, അബ്ദുൽ കലാം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ എഴുതുന്നത്, ഈ ലെറ്റർ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ റെയിൽവേ സർവീസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ മെയിൻ കണ്ടന്റ് എന്താണോ നമ്മുടെ വിഷയം അത് നമ്മൾ എഴുതാം. ആസ് യു മേ ബി അവെയർ, രാമേശ്വരം ഈസ് എ സ്മോൾ ഹിസ്റ്റോറിക്കൽ ടൗൺ റിച്ച് ഇൻ കൾച്ചറൽ ഹെറിറ്റേജ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഈ രാമേശ്വരം എന്ന് പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് കൊണ്ട്, സാംസ്കാരിക പൈതൃകങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. ദി ആബ്സെൻസ് ഓഫ് എ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് അവർ സ്റ്റേഷൻ ഈസ് എ കൺസേൺ ഫോർ മെനി റെസിഡൻസ്. ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഇല്ലാത്തത് ഇവിടെയുള്ള നിവാസികൾക്ക്, റെസിഡൻസ് എന്ന് വെച്ചാൽ നിവാസികൾക്കൊക്കെ ഒരു വലിയ ആശങ്ക തന്നെയാണ്. as it limits our access to essential goods, services and our travel. ട്രെയിൻ സ്റ്റോപ്പ് ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ, സേവനങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രകൾക്ക് എല്ലാത്തിനും വളരെയധികം ഒരു ലിമിറ്റ്, ഒരു പരിമിതി നിശ്ചയിച്ചിരിക്കുകയാണ് അല്ലേ. ഇത് കാരണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. എ ട്രെയിൻ സ്റ്റോപ്പ് വുഡ് ഗ്രേറ്റ്ലി ഹെൽപ്പ് ദ പീപ്പിൾ ഓഫ് രാമേശ്വരം. ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് രാമേശ്വരത്തെ ആളുകളെ ഒരുപാട് സഹായിക്കൂലേ, ഒരുപാട് ഹെൽപ്പാകും എന്ന് പറയണം. അലവിങ് us to engage actively with neighboring towns and cities. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നൈബറിങ് സിറ്റീസ് ആയിട്ട്, അടുത്തുള്ള സിറ്റിയും ടൗണും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇടപഴകാനൊക്കെ
സാധിക്കും എന്ന് പറയാണ് അല്ലേ. ലാസ്റ്റ് എന്താ, ലാസ്റ്റ് നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ അല്ലേ, ഇത് അവസാനിപ്പിക്കാം. സോ ഐ ഷാൾ ബി മച്ച് ഒബ്ലൈഗ്ഡ് ഇഫ് യു കുഡ് കൺസിഡർ അവർ പ്ലീ ആൻഡ് റീഇൻസ്റ്റന്റ് ദി ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് ഇവിടെ രാമേശ്വരം സ്റ്റേഷനിൽ ഒരു ട്രെയിൻ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്ന് പറയാണ് അല്ലേ. ദിസ് വുഡ് സിഗ്നിഫിക്കൻ്റ്ലി ബെനിഫിറ്റ് അവർ ടൗൺ ആൻഡ് സ്ട്രെങ്തൻ ദി ബോണ്ട് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് റെയിൽവേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ടൗണിന് വളരെയധികം ഒരു ബെനിഫിറ്റുള്ള കാര്യമായിരിക്കും. അതുപോലെ റെയിൽവേയും ജനങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതുക, താങ്ക് യു എന്ന് എഴുതുക. then അതിന് താഴെ ഒരു സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എന്ത് കൊടുക്കാം, നമുക്ക് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നിങ്ങളുടെ വിശ്വസ്തയോടെ അല്ലേ, നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വസ്തയോടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ അല്ലേ. then അതിന് താഴെയായിട്ട് നെയിം കൊടുക്കുക, സിഗ്നേച്ചർ കൊടുക്കുക അല്ലെ, പേരും ഒപ്പും കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്ററിന്റെ ഫോമാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ദിസ് ലെറ്റർ ഈസ് എ ഫോർമൽ വൺ ആൻഡ് ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഫോമാറ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്, ഒരു ഫോർമൽ ലെറ്റർ ആണ്. അതുപോലെ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അല്ലേ, ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഇതിനുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ ഈ ഫോർമൽ ലെറ്റേഴ്സ് എഴുതാൻ. എ ഫോർമൽ ലെറ്റർ ഫോളോസ് എ ക്ലിയർ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ഇറ്റ് ഈസ് ടൈപ്പിക്കലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. എ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് അതിനൊരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചറും സ്റ്റൈലും ഒക്കെ ഉണ്ട്. ദെൻ അതുപോലെ ഈ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദി റോഡ് ടു മസൂരി വാസ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു ദ ലാൻഡ് സ്ലൈഡ് ആൻഡ് ദി പാസഞ്ചേഴ്സ് ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ്. One of the passengers decided to write a letter to the Road Transport Authority requesting them to clear the road, attempt the likely letter. ഇവിടെ ആ മസൂരിയിലെ റോഡിലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആ മസൂരിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആ ലാൻഡ് സ്ലൈഡ് കാരണം ആ റോഡ് ആകെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് അല്ലേ. യാത്രക്കാർക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ അതിലുള്ള ഒരു പാസഞ്ചർ, അതിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചർ എന്ത് തീരുമാനിച്ചു, RTA റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് അവിടെ ആ റോഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടില്ലേ, ആ ലാൻഡ് സ്ലൈഡും മൂലം അവിടെ ഇടിഞ്ഞു വീണിട്ടുള്ള കല്ലും പാറയും മണ്ണൊക്കെ മാറ്റി അവിടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഒരു ലെറ്ററാണ് നിങ്ങളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെയും നമ്മൾ RTA ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഫോർമൽ ലെറ്റർ വേണം എഴുതാൻ. മുന്നേ നമ്മൾ കണ്ടില്ലേ, അതുപോലെ എഴുതാം. ആ കറക്റ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അപ്പോൾ നെയിം കൊടുക്കുക, ദെൻ ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കുക അല്ലേ. 201 ഗ്രീൻ വ്യൂ അപ്പാർട്ട്മെന്റ് മസൂരി എന്നൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് താഴെ ഡേറ്റ് കൊടുക്കാം. ദെൻ അതിന് താഴെ റെസിപ്പിയൻ്റ് അഡ്രസ്സാണ് അല്ലേ, ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സ് അവിടെ കൊടുക്കുക. അപ്പോൾ ദി ഓഫീസർ ഇൻചാർജ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മസൂരി ഉത്തരാഖണ്ഡ്. ദെൻ എന്ത് എഴുതാം, ഡിയർ സാർ എന്ന് എഴുതിയിട്ട് തുടങ്ങാം അല്ലേ. ദെൻ സബ്ജക്റ്റ് കൊടുക്കണം. എന്താണ് സബ്ജക്റ്റ്, റിക്വസ്റ്റ് ടു ക്ലിയർ ദ ബ്ലോക്കേജ് ഓഫ് റോഡ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡ് മൂലം ഉണ്ടായിട്ടുള്ള ആ റോഡിന്റെ ബ്ലോക്കേജ്, ആ ബ്ലോക്ക് ആയിട്ടുള്ളത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് അല്ലേ. ഐ എം റൈറ്റിംഗ് ദീസ് to bring your kind attention towards the inconvenience faced by the passengers because of the landslide that has blocked the road to Mussoorie. ഈ ലെറ്റർ ഞാൻ എഴുതുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്ത് കാര്യമാണ്, നമ്മുടെ മസൂരിയിലെ ലാൻഡ് സ്ലൈഡ് കാരണം റോഡൊക്കെ ആകെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. അത് കാരണം അവിടെയുള്ള പാസഞ്ചേഴ്സ് ഒരുപാട് ഇൻകൺവീനിയൻസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് പറയാനാണ് ലെറ്റർ എഴുതുന്നത് എന്ന് എഴുതിയിട്ടുള്ളത്. Then the huge pile of debris across the road as well as along it has been completely blocked. റോഡിന് കുറുകെയും വശങ്ങളിലുമായി കിടക്കുന്ന കൂറ്റൻ അവശിഷ്ടങ്ങൾ റോഡിനെ മൊത്തത്തിൽ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. Many passengers like me who travel daily to Mussoorie are facing a lot of difficulties since there is no alternative route as well. വേറെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂട്ട്, അതിന് പകരം വേറെ ഒരു റൂട്ട് ഇല്ലാത്തത് കാരണം എന്നെപ്പോലെ സ്ഥിരമായിട്ട് മസൂരിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് അത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്.
Moreover, other people are also experiencing a similar problem since Mussoorie is a major town that people depends for their day-to-day needs. മസൂരി എന്ന് പറയുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ടൗൺ ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം തന്നെ അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. I kindly request you to take necessary steps to clear the debris and make the road safe for travel again. റോഡിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും അതുപോലെ ആ റോഡ് പഴയ പോലെ യാത്രയ്ക്ക് സേഫാക്കാനും യാത്രയ്ക്ക് ചെയ്യാൻ സേഫാക്കുന്ന രീതിയിലേക്ക് മാറ്റാനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. We will be truly grateful if this matter is treated as urgent. അർജന്റായിട്ട് അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിന് നിങ്ങൾ ഒരു പരിഹാരം കാണുകയാണെങ്കിൽ അതിന് ഞങ്ങൾ എന്നും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. then അവസാനം എന്ത് എഴുതാം, താങ്ക് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതാം. then അതിന് താഴെ സൈൻ ഇടുക, then അതുപോലെ പേരെഴുതാം. ഈ രീതിയിൽ വേണം എഴുതാൻ. ഇനി ആക്ടിവിറ്റി 2, Samsudeen offers young Kalam the job of collecting and distributing newspapers from the railway station. സംസുദ്ദീന് കലാമിന് ഓഫർ ചെയ്യാണ് അല്ലേ, ആ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും കൊണ്ടുകൊടുക്കാനുള്ള ആ ഒരു ജോലി അല്ലേ. ഹി റെഡിലി അഗ്രീസ് ടു ദീസ്. അപ്പോൾ കലാം എന്ത് ചെയ്യാണ്, അവൻ ഉടനടി തന്നെ അതിന് സമ്മതിക്കുകയാണ്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ആ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സംസുദ്ദീൻ, ഐ ഹാവ് എ ജോബ് ഫോർ യു കലാം. നിനക്ക് ഒരു ജോലി ഉണ്ട് എൻ്റെ അടുത്തെന്ന് പറയാണ് അല്ലേ. അപ്പോൾ കലാം എന്ത് പറയുന്നു, വാട്ട് ഈസ് ഇറ്റ്, അതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സംസുദ്ദീൻ, യു നോ ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം ഈ സ്റ്റോപ്പ്ഡ്. നിനക്കറിയില്ലേ രാമേശ്വരത്ത് ട്രെയിൻ സ്റ്റോപ്പ് നിർത്തിയിട്ടുണ്ട്. സോ ദ ന്യൂസ് പേപ്പേഴ്സ് ആർ നൗ ത്രോൺ ടു ദ പ്ലാറ്റ്ഫോം ഫ്രം ദ മൂവിങ് ട്രെയിൻ. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മൂവിങ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എറിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഐ നീഡ് സം വൺ ടു കളക്ട് ആൻഡ് ഡെലിവർ ദം എറൗണ്ട് ദി ടൗൺ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനും അതുപോലെ അത് ടൗണിൽ മൊത്തം കൊണ്ടുപോയി ഡെലിവറി ചെയ്യാനുമായിട്ട് ഒരാളെ ആവശ്യമുണ്ട്. വുഡ് യു ലൈക്ക് ടു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കലാം എന്താ പറയുന്നത്, യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായും പറ്റും. ഡു യു വാണ്ട് മീ ടു കളക്ട് ദി പേപ്പേഴ്സ് കളക്ട് ചെയ്യാനല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞേ. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. സംസുദ്ദീൻ, ഐ നോ യു ക്യാൻ, എനിക്കറിയാം നിനക്ക് കഴിയുമെന്ന്. ആൻഡ് ഇറ്റ് വിൽ ബി എ ബിഗ് ഹെൽപ്പ് ടു മീ, അതുപോലെ തന്നെ അതെനിക്ക് വലിയ ഒരു സഹായം കൂടിയാകും. യു വിൽ ഹാവ് ടു ബി ക്വിക്ക് ആൻഡ് മേക്ക് ഷുവർ യു ഡെലിവർ ദം ടു എവരിവൺ. ഫാസ്റ്റായിട്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് എല്ലാവർക്കും ന്യൂസ് പേപ്പർ എത്തുന്നുണ്ട് എന്ന് നീ ഉറപ്പാക്കുകയും വേണമെന്ന് പറയാണ്. ദെൻ കലാം, ഓക്കെ ഐ വിൽ ഡു ഇറ്റ് പ്രോപ്പർലി യു ഡോണ്ട് വെറി. എന്താ പറയുന്നത്, ഞാനത് കറക്റ്റായിട്ട് തന്നെ ചെയ്തോളാം, നിങ്ങളത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാം അല്ലേ. സംസുദ്ദീൻ, ഗുഡ്, യു വിൽ ഓൾസോ ഏൺ ലിറ്റിൽ മണി. അതുപോലെ നിനക്ക് എന്ത് ചെയ്യാം, കുറച്ച് പണവും സമ്പാദിക്കാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യുവർ ഫാമിലി, അത് നിൻ്റെ ഫാമിലിക്കും ഒരു ഹെൽപ്പാകുമെന്ന് പറയാം അല്ലേ. ദെൻ കലാം, ഷുവർ, തീർച്ചയായും. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ മൈ ഫാമിലി ഇൻ ദിസ് സിറ്റുവേഷൻ. എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യണമെന്നുണ്ട് എന്ന് പറയാണ്. സംസുദ്ദീൻ, ദി ട്രെയിൻ കംസ് ഏർലി സോ ബി അറ്റ് ദി സ്റ്റേഷൻ ഓൺ ടൈം. അവനോട് പറയാണ് അല്ലേ, ട്രെയിൻ നേരത്തെയാണ് വരിക, സോ നീ എന്ത് ചെയ്യണം, ഓൺ ടൈമിൽ കറക്റ്റ് ടൈമിൽ സ്റ്റേഷനിൽ എത്തണം എന്ന് പറയാം. കലാം, ഓക്കെ ഐ വിൽ ബി ദർ ഓൺ ടൈം. ഓക്കെ ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിക്കോളാം എന്ന് പറയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ലിറ്റിൽ തിങ്സ് മാറ്റർ. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നതിലെ ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. Samsudeen had great affection for me and encouraged me in so many ways that he became a guiding light for me. സംസുദ്ദീന് എന്നോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ പല രീതിയിലും അദ്ദേഹം എൻകറേജ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അല്ലേ. ദെൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഒരു ഗൈഡിങ് ലൈറ്റാണ് അല്ലേ, ഒരു മാർഗദീപമാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് അല്ലേ. ദെൻ വാട്ട് കുഡ് ബി ദ മീനിങ് ഓഫ് എ ഗൈഡിങ് ലൈറ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഡിസ്കസ്. ഇവിടെ ഗൈഡിങ് ലൈറ്റ് എന്ന ആ ഒരു വാക്യത്തിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു, മാർഗദീപം എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. ദെൻ വാട്ട് ഡു വി കോൾ സച്ച് ഫ്രേസസ്? ഇതുപോലെയുള്ള ഫ്രേസുകളെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഗൈഡിങ്ങിനും ലൈറ്റിനും വേറെ വേറെ മീനിങ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒറ്റ വേർഡായിട്ട് ഗൈഡിങ് ലൈറ്റിന് ഒറ്റ മീനിങ് ആയിട്ട് എടുക്കുമ്പോൾ എന്താ വരുന്നത്, മാർഗദീപം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലേ. സോ ഇതുപോലെയുള്ള ഫ്രേസുകളെ നമ്മൾ എന്താ പറയുന്നത്,
ഇഡിയം എന്നാണ് പറയുന്നത്. An idiom is a phrase or an expression that has a figurative meaning different from the literal meaning of its individual word. ഇഡിയം എന്ന് വെച്ചാൽ എന്താ? ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആണ്, അല്ലെ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു പദപ്രയോഗമായിരിക്കും. അതിൽ വന്നിരിക്കുന്ന വാക്കുകൾക്ക് അതിനെന്താ ഒരു ലിറ്ററൽ മീനിങ് ഉണ്ടായിരിക്കും, ഒരു അക്ഷരാർത്ഥം ഉണ്ടായിരിക്കും, അല്ലേ? അത് തന്നിരിക്കുന്ന രണ്ട് വേർഡ്സിനും എന്താ നോർമലായിട്ടൊരു അർത്ഥം ഉണ്ടായിരിക്കുമെങ്കിലും അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറേറ്റീവ് മീനിങ് എന്ന് വെച്ചാൽ ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു അർത്ഥം കൂടി വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഇഡിയം എന്ന് പറയുന്നത്. ഇവിടെ ഗൈഡിങ് ലൈറ്റ് പോലെ, അല്ലേ? ദെൻ നെക്സ്റ്റ്, നൗ മാച്ച് ദ ഫോളോയിങ് ഇഡിയോമാറ്റിക് ഫ്രേസസ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് മീനിങ്സ്. യു മേ റെഫർ ടു എ ഡിക്ഷണറി. ഇവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ഇഡിയംസും തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ്സും തന്നിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ഇഡിയത്തിൻ്റെയും കറക്റ്റ് മീനിങ് വരുന്നത് ഏതാണോ അത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് കീപ്പ് ആൻ ഐ ഔട്ട് എന്നതാണ്, അല്ലേ? എന്താ കീപ്പ് ആൻ ഐ ഔട്ട്? ഒരു കണ്ണ് എന്താ പുറത്തേക്ക് ഇടുക, അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് അല്ലേ ഇവിടെ വരുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് വെച്ചാൽ എന്താ? ടു വാച്ച് കെയർഫുള്ളി ഫോർ സംതിങ് ഓർ സമ്മൺ ടു അപ്പിയർ എന്ന് വെച്ചാൽ എന്താ? ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നതിനെയാണ് നമ്മൾ കീപ്പ് ആൻ ഐ ഔട്ട് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റേ ഇൻ ടച്ച് എന്നതാണ് നെക്സ്റ്റ് വരുന്നത്. അതെന്താ? സ്റ്റേ ഇൻ ടച്ച് എന്നതിൻ്റെ മീനിങ് സ്റ്റേ കണക്റ്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മളിങ്ങനെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബന്ധം കീപ്പ് ചെയ്യുക, ബന്ധം നിലനിർത്തുക എന്നുള്ള ഒരു അർത്ഥമാണ് സ്റ്റേ ഇൻ ടച്ചിന് വരുന്നത്. ദെൻ നെക്സ്റ്റ് കീപ്പ് വൺസ് വേർഡ് എന്നതാണ്, അല്ലേ? ഒരാളുടെ വാക്കിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. സോ അതിൻ്റെ മീനിങ് ടു ഡു വാട്ട് വൺ പ്രോമിസ്ഡ്. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ ആ ഒരു വാക്ക് പാലിക്കുക എന്നുള്ളൊരർത്ഥമാണ് കീപ്പ് വൺസ് വേർഡിന് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ദ നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഇഡിയോമാറ്റിക് ഫ്രേസസ് ഫ്രം ദി ടേബിൾ എബോവ്. ഇനി താഴെ തന്നിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, അല്ലേ? ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. എന്താണ് ഫിൽ ചെയ്യേണ്ടത്? ഇവിടെ മുകളിലെ നമ്മൾ ഈ ടേബിളിൽ കണ്ട 3 ഇഡിയംസ് ഉണ്ടായിരുന്നല്ലോ, ആ 3 ഇഡിയംസുമാണ് നമ്മളിവിടെ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? സോ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് മാച്ച് ആയിട്ടുള്ളത് എഴുതി കൊടുക്കാം. Mani's father asked Granny and Mani to dash with him during their journey to Nain and to return the next day. മണിയുടെ ഫാദർ ഗ്രാനിയോടും മണിയോടും പറയുന്നുണ്ട് എന്താണ്? നെയ്നിലേക്കുള്ള യാത്രയിൽ ഉടനീളം അവരെങ്ങനെ ഇരിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത്? യെസ്, സ്റ്റേ ഇൻ ടച്ച് എന്നാണ്, അല്ലേ? അവർ രണ്ടുപേരും എപ്പോഴും എന്താ കണക്റ്റഡ് ആയിട്ട് എന്താ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റേ ഇൻ ടച്ച് ആണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ആൻഡ് ടു റിട്ടേൺ ദി നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം തന്നെ തിരിച്ചു വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. When it was time for their arrival, he couldn't help but dash for them. Then അവർ തിരിച്ചെത്താനുള്ള സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത്? യെസ്, അവരെ പ്രതീക്ഷിച്ച് പുറത്തേക്ക് നോക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. സോ നമുക്ക് ഏത് എഴുതാം? കീപ്പ് ആൻ ഐ ഔട്ട്, അല്ലേ? പുറത്തേക്ക് അവരെ നോക്കി ഇരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, അല്ലേ? ദെൻ ദേ ഡാഷ് ആൻഡ് അറൈവ്ഡ് ഓൺ ടൈം. ദെൻ ഇവിടെ എന്ത് എഴുതാം? ദേ കീപ്പ് വൺസ് വേർഡ് ആൻഡ് അറൈവ്ഡ് അറ്റ് ഓൺ ടൈം. അവരുടെ വാക്ക് പാലിച്ചു, അവർ കറക്റ്റ് ടൈമിൽ തിരിച്ചെത്തി. സോ ഈ രീതിയിലാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന പാരഗ്രാഫിൻ്റെ മീനിങ് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ദെൻ ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. When I was about 8, World War II broke out. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. ഇത് നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്, അല്ലേ? ദെൻ വാട്ട് മൈ ബി ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ബ്രോക്ക് ഔട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഇവിടെ ഈ സെൻറ്റൻസിൽ ബ്രോക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? ഇവിടെ വേൾഡ് വാർ സെക്കൻഡ് ബ്രോക്ക് ഔട്ട് എന്നാണ് തന്നിട്ടുള്ളത്, അല്ലേ? 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളൊരർത്ഥമാണ്. സോ ബ്രോക്ക് ഔട്ട് എന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ? സഡൻലി ബിഗാൻ, അല്ലേ? പെട്ടെന്ന് ആരംഭിക്കുക, അല്ലെങ്കിൽ അതുപോലെ പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെ പറയും പോലെ തന്നെ എന്താ സഡൻലി ഹാപ്പൻ അല്ലെങ്കിൽ എറപ്റ്റഡ് അൺഎക്സ്പെക്റ്റഡ്ലി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് ഈ ഒരു വേർഡിന് വരുന്നത്. Then now try to use the phrasal verbs given in the box below and complete young Kalam's diary. One has been done for you. ഇനി താഴെ കുറച്ച് ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്ക് എന്താ
തന്നിട്ടുണ്ട് അല്ലേ. ദെൻ അത് യൂസ് ചെയ്തിട്ട് അതിന് താഴെയുള്ള കലാമിൻ്റെ ഡയറി നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിരിക്കുന്ന ഫ്രൈസൽ വേർബ്സിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലുക്ക് ഫോർവേഡ് ടു എന്നാണ് അല്ലേ. ലുക്ക് ഫോർവേഡ് ടു എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. ദെൻ ഹാങ്ങിൻ എന്ന് വെച്ചാൽ എന്താ, പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ദെൻ ക്യാരി ഓൺ എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും തുടർന്നു പോകുക അല്ലേ, തുടരുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ദെൻ ടോസ് ഔട്ട് എന്ന് വെച്ചാൽ എന്താ, പുറത്തേക്ക് വലിച്ചെറിയുക എന്നുള്ള മീനിങ് ആണ്. ദെൻ പോർ ഓവർ എന്ന് വെച്ചാൽ എന്തേലും ശ്രദ്ധയോടെ വായിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പോർ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീനിങ് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡേ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇൻഡീഡ്, തീർച്ചയായും. ആസ് ഓൾവേസ് ഐ ഡാഷ് എന്നുള്ളിടത്ത് ഇവിടെ ലുക്ക് ഫോർവേഡ് ടു ആണ് വരുന്നത്. ഐ ലുക്ക് ഫോർവേഡ് ടു റീച്ചിങ് ദ റെയിൽവേ സ്റ്റേഷൻ ആസ് ഏർലി ആസ് പോസിബിൾ. പതിവ് പോലെ റെയിൽവേ സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. I knew that the bundles of newspapers would be tossed out of the moving train and I had to catch them. എനിക്കറിയാം എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആ ന്യൂസ് പേപ്പറിൻ്റെ കെട്ടുകൾ ആ മൂവിങ് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെടും. എനിക്കത് പിടിക്കേണ്ടതുണ്ട്, അത് എടുക്കേണ്ടതുണ്ട്. I know it is not easy for a child of 8 like me, but I will do it. എന്നെപ്പോലെ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല അത്, പക്ഷേ ഞാനത് ചെയ്യും. ഐ ക്യാൻ കംപ്ലെയിൻ, എനിക്ക് പരാതി പറയാനായിട്ട് കഴിയില്ല. ഐ വിൽ ഹാവ് ടു ഹാങ് ഇൻ സംഹൗ, എനിക്കിവിടെ ഹാങ് ഇൻ എന്ന് വെച്ചാൽ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മൈ പാരൻസ്, എൻ്റെ പാരൻസിനെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് മച്ച്, എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഒരുപാട് വീട്ടിലേക്ക് നൽകാനായിട്ടൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ബട്ട് ദ ലിറ്റിൽ ദാറ്റ് ഐ ഡു മാറ്റേഴ്സ്, പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന ചെറുത് എന്താണോ അത് ഞാൻ ചെയ്തിരിക്കും. ഐ തിങ്ക് ഐ വിൽ ഹാവ് ടു ക്യാരി ഓൺ ആൻഡ് പ്ലേ മൈ പാർട്ട്, എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം. ദെൻ എൻ്റെ ഭാഗം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മോറോവർ ആഫ്റ്റർ ഡിസ്ട്രിബ്യൂട്ടിങ് ഓൾ ദി ന്യൂസ് പേപ്പേഴ്സ് ജസ്റ്റ് ടു, അവിടെ പോർ ഓവർ എന്നാണ് വരുന്നത്. പോർ ഓവർ ദ ന്യൂസ് ഈസ് ഗ്രേറ്റ് ഫൺ ആൻഡ് എ മീൻസ് ഓഫ് അക്വയറിങ് നോളജ്. അതിനേക്കാൾ ഉപരി ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ന്യൂസ് വായിക്കുന്ന ആ ഒരു കാര്യമാണ് അല്ലേ, അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് നോളജ് അക്വയർ ചെയ്യാൻ, ഒരുപാട് വിവരങ്ങൾ അറിയാനായിട്ടൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ട്. ഓ ഗോഡ്, ലെറ്റ് മീ ഓൾവേസ് ഹാവ് ദ സ്ട്രെങ്ത് ടു ഹെൽപ്പ് മൈ പാരൻസ്. ദൈവമേ, എന്നും എനിക്ക് എൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഈ ഒരു സ്ട്രെങ്ത് നീ തന്നേക്കണേ. നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് പാസേജസ്. ഇൻ ദ കോഴ്സ് ഓഫ് ദയർ ജേർണി ഗ്രാനി ആൻഡ് മണി വിറ്റ്നസ്ഡ് എ ലാൻഡ് സ്ലൈഡ്. ഗ്രാനിയും മണിയും കൂടി പോകുന്ന ആ യാത്രയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാൻഡ് സ്ലൈഡിന് സാക്ഷിയാകുന്നുണ്ട് അല്ലേ. ദിസ് കോസ്റ്റ് ദം സം ഡിസ്കംഫേർട്ട് ആൻഡ് ഇൻകൺവീനിയൻസ്. അത് അവർക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, അവർക്ക് യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ലാൻഡ് സ്ലൈഡ് അല്ലേ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മേ സംടൈംസ് ബി ദ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഡോണ്ട് യു എഗ്രി. എന്താ പറയുന്നത്, ഇതുപോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടായിട്ടാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവണമെന്ന് പറയുന്നത്. ഡോണ്ട് യു എഗ്രി, അതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. യെസ്, നമ്മളൊക്കെ എഗ്രി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണല്ലേ ഇത്. കാരണം ഈ ലാൻഡ് സ്ലൈഡ്സ് പോലെ, മണ്ണിടിച്ചിൽ പോലെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരുടെ പല പ്രവൃത്തികളുടെയും റിസൾട്ടായിട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. Then, if we care for nature, nature will surely protect us. എന്താ പറയുന്നത്, if we care for nature, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ nature will surely protect us. പ്രകൃതി നമ്മളെ ഉറപ്പായിട്ടും സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. Granny's eyesight was growing steadily weaker. She couldn't see anything properly. Mani thought that if she got new glasses, she could see properly. ഗ്രാനിയുടെ ഐസൈറ്റില്ലേ, കണ്ണിൻ്റെ കാഴ്ചശക്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് ഒന്നും കാണാനായിട്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ മണി ചിന്തിക്കുകയാണ്, ഇഫ് ഷി ഗോട്ട് ന്യൂ ഗ്ലാസ്സസ്, ഗ്രാൻഡ്മയ്ക്ക് പുതിയ ഗ്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ ഷി കുഡ് സീ പ്രോപ്പർലി, അവർക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുമായിരിക്കും എന്ന് പറയാണ് അല്ലേ. ഇനി ഇവിടെ റൈറ്റ് ദ ഹൈലൈറ്റഡ് സെൻറ്റൻസസ് ഓഫ് ദ പാസേജസ് എബോ ഇൻ ദ സ്പേസ് ഗിവൺ. മുകളിൽ തന്ന 2 പാസേജിലും
എന്താ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 2 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറച്ചും കൂടി ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ താഴെ എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്? ഇഫ് വി കെയർ ഫോർ നേച്ചർ, നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇഫ് ഷീ ഗോട്ട് ന്യൂ ഗ്ലാസസ് ഷീ കുഡ് സീ പ്രോപ്പർലി. ഇത് രണ്ടുമാണ് അല്ലേ. വൺ പാർട്ട് ഓഫ് ദ ഗിവൺ സെൻറ്റൻസസ് എക്സ്പ്രസ് എ കണ്ടീഷൻ. ഇവിടെ ഓരോന്നിലും 2 സെൻറ്റൻസുകൾ വരുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താ? അതൊരു കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ എന്താ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷൻ, നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദെൻ രണ്ടാമത്തേത് എന്താ? രണ്ടാമത് തന്നിരിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസസ് ആണ് അല്ലേ, അതിൻ്റെ റിസൾട്ട്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണെന്നുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് തന്നിരിക്കുന്നത്. നൗ നോട്ട് ദ കണ്ടീഷൻസ് ആൻഡ് ദ കോൺസിക്വൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ടേബിൾ ബിലോ. ഈ താഴെ തന്നിരിക്കുന്ന ടേബിളിൽ നിങ്ങളോട് ഈ 2 സെൻറ്റൻസുകളിലും വന്നിട്ടുള്ള കണ്ടീഷൻ ഏതാണ്, അതുപോലെ അതിൻ്റെ കോൺസിക്വൻസ് ഏതാണെന്ന് തരംതിരിച്ചെഴുതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നിരിക്കുന്നതാണ് കണ്ടീഷൻ എന്ന് അല്ലേ. സോ ഏതൊക്കെയാണ് കണ്ടീഷനിൽ വരിക? ഇഫ് വി കെയർ ഫോർ നേച്ചർ എന്നത് വരും. ദെൻ അതുപോലെ ഇഫ് ഷി ഗോട്ട് ഹെർ സെൽഫ് ന്യൂ ഗ്ലാസസ് എന്നതും കണ്ടീഷനാണ് അല്ലേ. ദെൻ കോൺസിക്വൻസസ് ആയിട്ട് വരുന്നത് സെക്കൻഡ് വരുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഏതാ? നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്, ഷി കുഡ് സീ പ്രോപ്പർലി. ഇത് രണ്ടുമാണ് അല്ലേ. ദെൻ ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ മീനിങ് ബിറ്റ്വീൻ ദ 2 സെൻറ്റൻസ്. ഇവിടെ മുകളിൽ തന്ന ഈ കണ്ടീഷനും കോൺസിക്വൻസസും 2 സെൻറ്റൻസുകൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണെന്ന് പറയാം. ദി ഫസ്റ്റ് സെൻറ്റൻസ് റെഫേഴ്സ് ടു പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻ. എന്താ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് അല്ലേ. എന്താ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ പ്രകൃതി ഉറപ്പായിട്ടും നമ്മളെയും സംരക്ഷിക്കും എന്നതാണ് അല്ലേ. സെക്കൻഡ് സെൻറ്റൻസ് എങ്ങനെയാണ്? ദി അതർ റെഫേഴ്സ് ടു ആൻ ഇംപ്രോബബിൾ ആൻഡ് അൺറിയൽ സിറ്റുവേഷൻ അല്ലേ. രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് എന്താ, ഇംപ്രോബബിൾ ആയിട്ടുള്ള നടന്നിട്ടില്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള അല്ലേ, ശരിക്കുള്ളൊരു കാര്യം, അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അല്ല അല്ലേ, ശരിക്കലും ഇല്ലാത്ത, നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്, ഒരു ഇമാജിനറി, ഒരു ഊഹമാണ്, നമ്മൾ എങ്ങനെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അല്ലേ. ദെൻ നൗ റൈറ്റ് ഡൗൺ ദി സെൻറ്റൻസസ് ഇൻ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് യു വുഡ് യൂസ് ദം. ദെൻ ഇനി എന്താ, ഇവിടെ താഴെ തന്നിട്ടുണ്ട് ഒരു ബോക്സ് അല്ലേ, 2 കോളായിട്ട് തന്നിട്ടുണ്ട്. അതിലെന്താ ഫസ്റ്റയിൽ പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഈ മുകളിൽ തന്ന 2 സെൻറ്റൻസുകളിൽ പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച്, നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സെൻറ്റൻസ് ഏതാണെന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് കോളത്തിൽ ഇംപ്രോബബിൾ അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള ഒരു ഇമേജിനറി സിറ്റുവേഷൻ ആയിട്ടുള്ള കാര്യം ഏതാ, അതേതാണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതുക. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് അല്ലേ, മുകളിൽ തന്ന 2 സെൻറ്റൻസുകളിൽ നിന്ന് എന്താ അവ രണ്ടും ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. ഏതാ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്? ഇഫ് വി കെയർ ഫോർ നേച്ചർ, നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്. നെക്സ്റ്റ് കോളത്തിൽ വരുന്നത് ഇഫ് ഷി ഗോട്ട് ന്യൂ ഗ്ലാസസ് ഷി കുഡ് സീ പ്രോപ്പർലി. അപ്പോൾ ഇതും രണ്ടും 2 ടൈപ്പാണ് അല്ലേ. ദെൻ ഇങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ താഴെ തന്നിട്ടുണ്ട്. കണ്ടീഷണൽ വിച്ച് എക്സ്പ്രസ് പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻസ് ആർ കോൾഡ് ടൈപ്പ് 1. കണ്ടീഷണൽസ് ആൻഡ് ദോസ് ദാറ്റ് എക്സ്പ്രസ് ഇംപ്രോബബിൾ, അൺറിയൽ ഓർ ഇമാജിനറി സിറ്റുവേഷൻസ് ആർ കോൾഡ് ടൈപ്പ് 2 കണ്ടീഷണൽസ്. ഇവിടെ എന്താ പറയുന്നത്? പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ പറയുന്ന എന്താ കണ്ടീഷണൽസിന് നമ്മൾ കണ്ടീഷണൽ ടൈപ്പ് 1 എന്നാണ് പറയുന്നത്. ദെൻ അൺറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോബബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ പറയുന്നതിനെ നമ്മൾ എന്താ പറയുക? കണ്ടീഷണൽ ടൈപ്പ് 2 എന്നാ പറയാം. ഇതൊക്കെ എന്താ ഗ്രാമർ പോർഷനാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ D question, identify the verbs in the sentences given above and write them in the table given below. ദെൻ ഇവിടെ എന്തായി, മുകളിൽ നമ്മൾ 2 സെൻറ്റൻസുകൾ പറഞ്ഞു അല്ലേ, ആ സെൻറ്റൻസ് വെച്ചാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. സോ ആ സെൻറ്റൻസുകളിൽ നമ്മൾ പറഞ്ഞു ഒന്ന് ടൈപ്പ് 1 കണ്ടീഷണലാണ്, രണ്ടാമത്തത് ടൈപ്പ് 2 കണ്ടീഷണലാണ് അല്ലേ. ഇനി ഇതിൽ ഈ 2 സെൻറ്റൻസുകളിലും വരുന്ന വെർബുകൾ ഏതൊക്കെയാണ് ഇവിടെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടൈപ്പ് 1 വരുന്ന വെർബ് ഏതാ? ഇഫ് ക്ലോസിൽ വരുന്നത് അല്ലേ. ഇഫ് ക്ലോസ് ആകുമ്പോൾ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് അല്ലേ, അതിൽ വരുന്നത് കെയർ എന്ന വെർബാണ്. ദെൻ മെയിൻ ക്ലോസിൽ വരുന്നത് ഏതാ? വിൽ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വെർബാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് 2 വരുന്ന വെർബുകൾ ഏതൊക്കെയാണ്? ഇഫ് ക്ലോസിൽ വരുന്നത് ഗോട്ടാണ്, മെയിൻ ക്ലോസിൽ വരുന്നത് കുഡ് സീ എന്നതാണ് അല്ലേ. ദെൻ ഡു യു ഫൈൻഡ് എ പാറ്റേൺ ഫോളോഡ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർബ്സ് ഇൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 കണ്ടീഷണൽസ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക്
ഈ എന്താ ടൈപ്പ് 1 കണ്ടീഷണലിൻ്റെയും ടൈപ്പ് 2 കണ്ടീഷണലിൻ്റെയും ഒരു എന്താ ആ ഒരു പാറ്റേൺ, ആ ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതൊന്നും നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതി നോക്കാം. കെയർ എന്ന് പറയുന്ന വെർബ് ഏത് ഫോമിലാണ് വന്നിട്ടുള്ളത്? സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ് അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇൻ ഇഫ് ക്ലോസ് പ്ലസ് പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്? ക്യാൻ അല്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ഷോൾ, ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അതിൻ്റെ മെയിൻ ക്ലോസിൽ വരുന്നത് ഏത് ടെൻസാണ്? വിൽ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് ഏത് ടെൻസാണ് വരുന്നത്? അവിടെയും നമ്മുടെ പ്രസൻറ്റ് ടെൻസാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ദെൻ ടൈപ്പ് 2ൻ്റെ എങ്ങനെയാണ് വരുന്നത്? ടൈപ്പ് 2ലും ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. ദെൻ പ്ലസ് കുഡ് ഓർ വുഡ് ഓർ മൈറ്റ് ഓർ ഷുഡ് അല്ലേ, അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് മെയിൻ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് അവിടെയും വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ദെൻ ഇവിടെ താഴെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ടൈപ്പ് 1ൽ എങ്ങനെയാണ് വരുന്നത്? ഇഫ് ക്ലോസിൽ നമ്മൾ പ്രസൻറ്റ് ഫോം ആണ് യൂസ് ചെയ്യുക അല്ലേ. V1 വെർബിൻ്റെ ഫസ്റ്റത്തെ ഫോം യൂസ് ചെയ്യണം. ദെൻ മെയിൻ ക്ലോസിൽ അതിൻ്റെ റിസൾട്ടിൽ അല്ലേ അതിൽ വരുമ്പോൾ എന്താ യൂസ് ചെയ്യാം? മോഡൽ ഓക്സിലറി നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറി? ക്യാൻ, വില്ല്, മേ അങ്ങനെയുള്ള ഓക്സിലറീസ് അല്ലേ. എന്നാൽ അതിൻ്റെ കൂടെ V1 തന്നെയാണ് അതിലും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ ടൈപ്പ് 2ൽ വരുന്നത് അതിലെങ്ങനെയാണ്? പാസ്റ്റ് ഫോം അല്ലേ. V2 ആണ് നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്യേണ്ടത്. ദെൻ മെയിൻ ക്ലോസിൽ ഏത് യൂസ് ചെയ്യണം? വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ്, ഇതേതെങ്കിലും ഒരു ഓക്സിലറി നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അതിൻ്റെ കൂടെ V1 തന്നെയാണ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം സെൻറ്റൻസുകൾ എഴുതാൻ. ഇനി ഇത് വെച്ചിട്ട് താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. Now let's write down more sentences in the given pattern. ഈ രീതിയിലുള്ള എന്താ സെൻറ്റൻസുകളാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ? ഇഫ് യു പുട്ട് ആൻ end to deforestation, we can prevent landslides. Deforestation വനനശീകരണം നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ്സ്ലൈഡ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം, ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ വേറെ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് വി റെഡ്യൂസ് പൊല്യൂഷൻ, നിങ്ങൾ പൊല്യൂഷൻ കുറയ്ക്കുകയാണെങ്കിൽ, കണ്ടോ അവിടെ റെഡ്യൂസ് എന്നത് എന്താ? വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ വി വിൽ ബ്രീത്ത് ക്ലീനർ എയർ, നമുക്ക് എന്ത് ചെയ്യാം? നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ ശ്വസിക്കാം. നെക്സ്റ്റ് പാറ്റേൺ 2ൽ വരുന്നതാണ്. ഇഫ് വി പ്ലാന്റഡ് മോർ ട്രീസ്, നമ്മൾ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദ വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ്, ലോകം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ബെറ്റർ പ്ലേസ് ആയിരിക്കും എന്ന് പറയണം. നെക്സ്റ്റ് ഇഫ് ഷീ സ്റ്റഡീഡ് ഹാർഡ്, അവൾ നല്ല ഹാർഡായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഷീ വുഡ് പാസ് ദി എക്സാം ഈസിലി, അവൾക്ക് എക്സാം ഈസി ആയിട്ട് പാസ്സാകാം. ഓക്കെ, നെക്സ്റ്റ് നൗ ലെറ്റ്സ് പ്ലേ എ ഗെയിം പിക്ക് ആൻഡ് ചൂസ്. പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്, ക്ലാസ്സിൽ കളിക്കാനുള്ള, ക്ലാസ്സിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ എന്താണിത്? നമ്മളിവിടെ പറഞ്ഞ പോലെ ഈഫ് ക്ലോസും മെയിൻ ക്ലോസും വരുന്ന സെൻറ്റൻസുകൾ പറയാനാണ്. 2 ഗ്രൂപ്പായിട്ട് തിരിയുക. അതിൽ ഒരു ഗ്രൂപ്പ് ഈഫ് ക്ലോസ് വരുന്ന സെൻറ്റൻസ് പറയാം. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന് മാച്ച് ആയിട്ടുള്ള ഒരു മെയിൻ ക്ലോസിൽ വരുന്ന സെൻറ്റൻസ് മറ്റേ ടീമും പറയാം. അങ്ങനെ വരുന്ന ഒരു ഗെയിമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിലെ സെൻറ്റൻസുകളാണ് തന്നിട്ടുള്ളത്. ഹി കോൾഡ് ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി. Then, what is 10 miles? said Granny. Now, write the highlighted part of the sentences in the space given below. ഇവിടെ എന്താ? ഈ തന്നിരിക്കുന്ന 2 സെൻറ്റൻസിലെയും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ? രണ്ടും ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാ? ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നുണ്ടോ ഗ്രാനി എന്ന് ചോദിക്കുകയാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് 10 miles? വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദ എബോവ് സെൻറ്റൻസസ്? മുകളിലുള്ള സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിഞ്ഞതെന്ന് ചോദിക്കുന്നത് അല്ലേ. 2 ക്വസ്റ്റ്യൻസ് ആണ്, അതിലെന്തോ ഡിഫറൻസ് വരുന്നുണ്ട്, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദി ഫസ്റ്റ് സെൻറ്റൻസ് ബിഗിൻസ് വിത്ത്, ഫസ്റ്റ് സെൻറ്റൻസ് എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്യാൻ വെച്ചാണ് അല്ലേ. ക്യാൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഓക്സിലറി വെർബാണ്. ദെൻ നെക്സ്റ്റ് ദി സെക്കൻഡ് സെൻറ്റൻസ് ബിഗിൻസ് വിത്ത്, സെക്കൻഡ് സെൻറ്റൻസ് എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് വാട്ട് വെച്ചാണ് അല്ലേ. വാട്ട് എന്ന് പറയുന്നത് എന്താ? ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ദെൻ റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സംസുദ്ദീൻ ആൻഡ് കലാം ആൻഡ് ലിസ്റ്റ് ദി സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആൻഡ് ദോസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വേർബ്സ്. ഇവിടെ ശംസുദ്ദീനും കലാമും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത്. ദെൻ ഇതിൽ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ കോൺവെർസേഷനിൽ അല്ലേ. അതിലെ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്ത് വരുന്നതുണ്ട്, അതുപോലെ ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് താഴെ തന്നിട്ടുള്ള ആ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കോൺവെർസേഷൻ ഒന്ന് വായിച്ച് നോക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴെ തന്നിരിക്കുന്ന
കോളത്തിലേക്ക് ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? യെസ്, ഇവിടെ ഉണ്ട് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു അല്ലേ. അപ്പോൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. അതെന്താ വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് ഓക്സിലറി വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് വരാം? വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം എന്നത് വരും. ദെൻ അതുപോലെ ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ എന്നത് വരും അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ WH ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വേർബ്സ് ആർ yes or no ക്വസ്റ്റ്യൻസ്. അതുപോലെ ഓക്സിലറി വേർബ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ എന്താ പറയുക? yes or no ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്താ, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു സിമ്പിൾ ആൻസേഴ്സ് ആയിരിക്കും ഓക്സിലറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുക. ഓക്കെ, ദെൻ നൗ pick the questions and their corresponding responses from the above conversation and write them in the following table. ഇനി എന്ത് ചെയ്യാനാണ്? ഇവിടെ മുകളിൽ നമുക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ടല്ലോ അല്ലേ. അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളോട് താഴെ തന്നിരിക്കുന്ന കോളത്തിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണോ വന്നിട്ടുള്ളത് എന്നൊക്കെ അല്ലേ. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരിക? ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വരുന്നത് വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം എന്നതാണ് അല്ലേ. തന്നെ അതിൻ്റെ റെസ്പോൺസ് എന്താ? യെസ് ഓഫ് കോഴ്സ്. കണ്ടില്ലേ, നമ്മൾ വുഡ് എന്ന ഓക്സിലറി വരുന്ന ക്വസ്റ്റ്യൻ ആയപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? യെസ് എന്ന് പറയുന്ന ഒരൊറ്റ വേർഡാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നതാണ് അല്ലേ. അപ്പോൾ WH ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്താണ്? യു വിൽ ഹാവ് ടു കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു റീഡേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ എന്നതാ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ ഷുഡ് എന്ന് പറയുന്ന എന്താണ് ഓക്സിലറി വേർബ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ക്വസ്റ്റ്യനാണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് യെസ് ഓഫ് കോഴ്സ് എന്നാണ് വരുന്നത്. ദെൻ ഡു ദി ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് എലിസിറ്റ് എ ഫാക്ച്വൽ ആൻസർ. എന്താ ചോദിക്കുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, WH ക്വസ്റ്റ്യൻസ് അല്ലേ, അവയുടെ ആൻസേഴ്സ് ഒക്കെ ഒരു ഫാക്ച്വൽ ആൻസേഴ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഒരു വിശദീകരണം വരുന്ന കുറച്ച് നീണ്ട ഉത്തരങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത്. സോ എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം അല്ലേ. അങ്ങനെയുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് WH ക്വസ്റ്റ്യന് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഡു ദ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വേർബ്സ് എലിസിറ്റ് എ സിമിലർ റെസ്പോൺസ്. അതുപോലെ നമ്മൾ ഓക്സിലറി വേർബ്സ് വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആൻസേഴ്സും ഇതുപോലെ സെയിം ആണോ അല്ലെങ്കിൽ ഒരേപോലെ ആണോ എന്ന് ചോദിക്കുന്നത്. ആണോ? അല്ല അല്ലേ. കാരണം എന്താ, അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. സോ ചിലപ്പോൾ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും ആൻസർ വരെ അല്ലേ. ദെൻ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ് എലിസിറ്റ് എ ഫാക്ച്വൽ റെസ്പോൺസ് ഓർ ഇൻഫർമേഷൻ വെറാസ് ദോസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വേർബ്സ് ഗെറ്റ് എ യെസ് ഓർ നോ റെസ്പോൺസ്. അത് തന്നെയാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് ഫ്രെയിം WH questions to get the phrases underlined in the following sentences as answers. One has been done for you. ഇവിടെ താഴെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ദെൻ ആ സെൻറ്റൻസുകളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് ആൻസറായി വരുന്ന രീതിയിൽ നിങ്ങളോട് WH ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കലാം വെൻ ടു ദ റെയിൽവേ സ്റ്റേഷൻ. കലാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ആൻസർ ആകുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കണം. അതും WH ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്തെഴുതാം? വേർ ഡിഡ് കലാം ഗോ എന്ന് എഴുതാം അല്ലേ. കലാം എവിടേക്കാണ് പോയത്. ദെൻ സെക്കൻഡ് വൺ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് വേർ ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. എന്താ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ഒക്കെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന രീതിയിൽ വന്ന് വീഴുമെന്ന് പറയുകയാണ് അല്ലേ. സോ അതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ആക്കാം? ഇവിടെ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ വാട്ട് വാസ് ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ എറിയുന്ന രീതിയിൽ വന്ന് വീഴുന്നത് എന്താണെന്ന് ചോദിക്കാം അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രാനി ആൻഡ് മണി വേർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഗ്രാനിയും മണിയും തമ്മിൽ എന്താ ഭയങ്കര അടുപ്പത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലേ. സോ ഇതിൽ ഗ്രാനി ആൻഡ് മണി എന്ന് വേണം ആൻസർ വരാൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. സോ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കാം? ഹു വേർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ആരൊക്കെയാണ് തമ്മിൽ ഭയങ്കര അടുപ്പത്തിലുള്ളത് എന്ന് ചോദിക്കാം അല്ലേ. ദെൻ നെക്സ്റ്റ് മണി ആൻഡ് ഗ്രാനി റീച്ച് ദ ഹോസ്പിറ്റൽ ഇൻ ദ മോർണിംഗ്. മണിയും ഗ്രാനിയും ഹോസ്പിറ്റലിൽ
എപ്പോഴെത്തി എന്നാണ് പറയുന്നത്? രാവിലെ അല്ലേ, മോർണിംഗിലാണ് എത്തിയിട്ടുള്ളത്. ദെൻ ഇവിടെ മോർണിംഗ് എന്ന ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പോൾ എന്ത് എഴുതാം? വെൻ ഡിഡ് മണി ആൻഡ് ഗ്രാനി റീച്ച് ദ ഹോസ്പിറ്റൽ? എപ്പോഴാണ് മണിയും ഗ്രാനിയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത്? ദെൻ ഫിഫ്ത്ത് വൺ, ഗ്രാനി കുഡിൻ സീ ക്ലിയർലി ബിക്കോസ് ഹെർ ഐസ് വർ വെരി വീക്ക്. ഗ്രാനിക്ക് എന്താ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല, കാരണം എന്താണ്? അവരുടെ ഐസ്, കണ്ണുകൾ ഭയങ്കര വീക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തത് ആൻസർ ആയി വരുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എന്ത് വരും? വൈ കുഡിൻ ഗ്രാനി സീ ക്ലിയർലി? എന്തുകൊണ്ടാണ് ഗ്രാനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ ഫ്രെയിം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസസ്, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വെച്ച് നിങ്ങളോട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒന്നിവിടെ തന്നിട്ടുണ്ട്, ഇറ്റ് വാസ് എ റെയിനി ഡേ. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാം? വാസ് ഇറ്റ് എ റെയിനി ഡേ എന്നാക്കി മാറ്റാം അല്ലേ. ഇന്ന് ഒരു മഴ ദിവസമായിരുന്നു. അപ്പോൾ എന്ത് നമുക്ക് ആൻസർ പറയാം? യെസ് അല്ലെങ്കിൽ നോ പറയാം അല്ലേ. ഇനി സെക്കൻഡ് സെൻറ്റൻസ്, ദർ ഈസ് എ കോർഡിനൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി. ഗ്രാനിയും മണിയും തമ്മിൽ ഒരു കോർഡിനൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഈസ് ദർ എ കോർഡിനൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. തേർഡ് വരുന്ന സെൻറ്റൻസ്, ദേ വർ ഓൺ ദി ബസ് എഗെയിൻ എന്നതാ അല്ലേ. ദെൻ അതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം? വർ ദേ ഓൺ ദി ബസ് എഗെയിൻ എന്ന് ഇതാ അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത്, കലാം വാണ്ടഡ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. കലാമിന് അവൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു അല്ലേ. സോ അതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ഡിഡ് കലാം വാണ്ട് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി? കലാമിന് അവൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യണമായിരുന്നോ എന്നായി അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത്, എവറി ചൈൽഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ സം വേ. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ അതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ക്യാൻ എവറി ചൈൽഡ് കോൺട്രിബ്യൂട്ട് ഇൻ ഇറ്റ്സ് ഓൺ വേ? എല്ലാ കുട്ടികൾക്കും അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കാം അല്ലേ. സോ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 3, read the following sentences from the story along walk with Granny. You wouldn't be able to walk all the way to Nain. Would you, Granny? ഗ്രാനിയോട് ചോദിക്കുകയാണ് അല്ലേ. നെയിനിലേക്കുള്ള വഴി മുഴുവനായിട്ട് നടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ദെൻ വുഡ് യു ഗ്രാനി എന്ന് ചോദിക്കുക അല്ലേ. നിങ്ങളെ കൊണ്ട് സാധിക്കോ പറ്റോ എന്ന് അവനെ പിന്നെയും ചോദിക്കുന്നുണ്ട് അല്ലേ. വൈ ഡസ് ദ സ്പീക്കർ യൂസ് ദ എക്സ്പ്രഷൻ വുഡ് യു? ഇവിടെ എന്തിനാണ് സ്പീക്കർ വുഡ് യു എന്ന എക്സ്പ്രഷൻ വീണ്ടും യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കുമോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. വീണ്ടും ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ഹി വാണ്ട്സ് ടു കൺഫേം ഇറ്റ് വൺസ് അഗെയിൻ. ഒന്നും കൂടി അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ എന്താ പറയാന്നറിയോ? A short question added to the end of a statement seeking confirmation is called a tag question. ഈ രീതിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയല്ലേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ദെൻ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദെൻ താഴെ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അല്ലേ. കലാം വാസ് എ റെസ്പോൺസിബിൾ ചൈൽഡ് വാസിൻ ഹി? കലാം ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്. വാസിൻ ഹി? അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക അല്ലേ. ഇതെന്താ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. ദെൻ മണി കുഡിൻ വർക്ക് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് ഗ്രാനി. കുഡ് ഹി? മണിക്ക് അവൻ്റെ ഗ്രാനിയുടെ അത്രയും ഫാസ്റ്റായിട്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല. കുഡ് ഹി? അവനെ കൊണ്ട് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദി അബോവ് സെൻറ്റൻസസ്? ഈ തന്നിരിക്കുന്ന രണ്ട് സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചറിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നത്. സോ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ വെൻ ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ്, സോ ദി ക്വസ്റ്റ്യൻ ടാഗ് ഈസ് നെഗറ്റീവ്. സെൻറ്റൻസ് പോസിറ്റീവായി വരുമ്പോൾ എന്തായിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, കലാം വാസ് എ റെസ്പോൺസിബിൾ ചൈൽഡ് എന്ന് പറയുന്നത് കലാം ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയാണ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ്. അതിൽ നോട്ട് എന്ന് പറയുന്ന വേർഡൊന്നും വന്നിട്ടില്ല. നോട്ട് എന്ന് പറയുന്ന നോ അല്ലെങ്കിൽ നോട്ട് എന്നൊക്കെയുള്ള എന്തെങ്കിലും വേർഡ്സ് വരികയാണെങ്കിലാണ് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആവുക. അപ്പോൾ അതിന് വന്നിട്ടുള്ള ടാഗ് നോക്കിയ ടാഗിൽ നോട്ട് വന്നിട്ടുണ്ട്, വാസ് ഇൻ ഹി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു നെഗറ്റീവ്. അതുപോലെ സെക്കൻഡ് സെൻറ്റൻസിലാണെങ്കിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? മെയിൻ സെൻറ്റൻസ് ഈസ് നെഗറ്റീവ്. മെയിൻ സെൻറ്റൻസ് അതിൽ നെഗറ്റീവ് ആണ് അല്ലേ. കണ്ടോ, മണി കുഡിൻ്റെ എന്ന് പറയുമ്പോൾ കുഡ് നോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവായി അല്ലേ. അതൊരു നെഗറ്റീവ് സെൻറ്റൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടാഗിൽ നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. കുഡ് ഹി എന്നാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ്. സോ ആൻ അഫർമേറ്റീവ് സെൻറ്റൻസ് ടേക്സ് എ നെഗറ്റീവ് ടാഗ് ആൻഡ് എ നെഗറ്റീവ് സെൻറ്റൻസ് ടേക്സ് എ പോസിറ്റീവ് ടാഗ്. അതന്നെ പറയുന്നത് അല്ലേ. ഒരു എന്താ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് ടാഗ് വരും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ടാഗ് വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദെൻ നൗ യൂസ് സ്യൂട്ടബിൾ ടാഗ് ക്വസ്റ്റ്യൻസ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങളോട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ഷെയറിങ് ആൻഡ് കെയറിങ് ആർ ദ വാല്യൂസ് വി നീഡ് ടു ഡെവലപ്പ്. ഇതിന് നമുക്ക് എന്ത് ടാഗ് കൊടുക്കാം? യെസ്, നമുക്കിവിടെ ആർ ഇൻ ദേ എന്ന് കൊടുക്കാം അല്ലേ. ആർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ദെൻ അതന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കേണ്ടത്. സോ അതിൻ്റെ ഒരുപാട് റൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇവിടെ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ആൻഡ് സെക്കൻഡ് വരുന്നത്, വി ഷുഡ് ഇവോൾവ് ഇൻ ടു റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്നതാണ് അല്ലേ. അപ്പോൾ ഇതെന്താ? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് എങ്ങനെ എഴുതണം? നെഗറ്റീവ് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഇവിടെ ഷുഡ് യൂസ് ചെയ്യുക, ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യുക. ദെൻ ഷുഡ്, ഷുഡിൻറ്റ്, ദെൻ എന്ത് ചെയ്യാം? വി എന്ന് എഴുതാം അല്ലേ. തേർഡ് വൺ, ഇവൻ എ ലിറ്റിൽ മാറ്റേഴ്സ് എന്നതാണ് അല്ലേ. സോ അതിനെന്ത് കൊടുക്കാം? അതിന് നമുക്ക് ഡസിൻറ്റ് ഇറ്റ് എന്ന് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത്, വി ക്യാൻ ലിവ് വിത്തൗട്ട് നേച്ചർ എന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റൻസ് എന്താ വന്നിട്ടുള്ളത്? നെഗറ്റീവാണ്, ക്യാൻഡ് എന്ന്, കനോട്ട് എന്ന് വന്നിട്ടുണ്ട്. സോ നമുക്ക് ടാഗ് പോസിറ്റീവ് എഴുതാം. അപ്പോൾ ക്യാൻ വി എന്ന് കൊടുക്കാം അല്ലേ. ദെൻ നെക്സ്റ്റ്, പീപ്പിൾ വിൽ ഹാവ് ടു play their role well on the stage of life. സോ ഇതിനെന്ത് എഴുതാം? ഇത് നമുക്ക് want they എന്ന ടാഗാണ് ഇവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ്, എഡിറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി. ദ എറേഴ്സ് ആർ ഗിവൺ ഇൻ ബോൾഡ് ടൈപ്പ്. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, ഗ്രാനിയും മണിയും തമ്മിലുള്ളതാണ്. ദെൻ അതിലൊരുപാട് എറേഴ്സ് ഉണ്ട്. എറേഴ്സ് ഉള്ളതൊക്കെ ഇവിടെ എന്താ കുറച്ച് ബോൾഡായി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മണിയാണ്. വി വിൽ ഹാവ് ടു ഗോ ടു മസൂരി ഫോർ യുവർ ഗ്ലാസസ്. എന്താ പറയുന്നത്? നമുക്ക് നിങ്ങളുടെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് മസൂരിയിലേക്ക് പോകണമെന്ന് പറയാണ്. അപ്പോൾ ഗ്രാനി എന്ന് പറയുന്നത് ഈസ് സിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ? അതവിടെ തെറ്റാണ്. ഈ മുകളിൽ തന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാച്ച് ആയിട്ടുള്ള ടാഗ് വേണം, ക്വസ്റ്റ്യൻ ടാഗ് വേണം നമ്മൾ കൊടുക്കാൻ അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താ? അതിൽ വരുന്ന ഓക്സിലറി വേർബ് ഏതാ നോക്കാം. ഏതാ വരുന്നത്? വി വിൽ എന്ന് പറയുമ്പോൾ വില്ലാണ് വരുന്നത്. അപ്പോൾ വില്ല് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതുമ്പോൾ വില്ല് വുഡായി മാറും, എന്ന് വെച്ചാൽ വോണ്ടായി മാറും അല്ലേ. വോണ്ട് വി എന്നാണ് ഇവിടെ വരിക. ഇറ്റ് വിൽ ടേക്ക് 2 days ടു റീച്ച് ദർ. അവിടെ എത്താനായിട്ട് 2 ദിവസം എടുക്കും. ദെൻ വാട്ട് വുഡ് ടേക്ക് മീ. ഇവിടെ വാട്ടല്ല ഹൂ എന്നാണ് വരേണ്ടത് അല്ലേ. ആരാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ടല്ല ഹൂ ആണ് മാച്ച്. ദെൻ മണി, ഐ വിൽ ടേക്ക് യു. ഞാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആർ യു വർക്ക് ഓൾ ദി വേ ടു 9. ഇവിടെ ആർ യു അല്ല, ക്യാൻ യു ആണ് അല്ലേ. നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്യാൻ എന്ന വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഗ്രാനി, യെസ് ഐ ക്യാൻ വാക്ക് ഓൾ ദി വേ ടു 9. ദെൻ മണി, യു ആർ റിയലി ഗ്രേറ്റ് വാസിൻഡ് ഐ. ഇവിടെയും ഈ വാസിൻഡ് ഐ എന്ന ക്വസ്റ്റ്യൻ ടാഗ് തെറ്റാണ് അല്ലേ. യു ആർ റിയലി ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഓക്സിലറി വെർബ് ആറാണ്. അപ്പോൾ ആർ ഇൻറ്റ്, ദെൻ എന്താ അതിൽ വരുന്ന നൗൺ ഏതാ വരുന്നത്? യു ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആർ ഇൻറ്റ് യു ആണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഗ്രാനി, ഇഫ് യു കം വിത്ത് മീ ഐ വുഡ് ഗോ ഇവൻ ടു ദ മൂൺ. നീ എൻ്റെ കൂടെ വരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മൂണിലേക്ക്, ഒരു ചന്ദ്രനിലേക്ക് വേണമെങ്കിലും ഞാൻ പോകും എന്ന് പറയാണ് അല്ലേ. ദെൻ ഇവിടെ ഐ വുഡ് അല്ല വരേണ്ടത്, ഐ വിൽ ആണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മണി, സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. നമുക്ക് റെഡി ആകാം. ഷുഡ് ഹി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഷുഡ് ഹി അല്ല, അവിടെ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ ലെറ്റസ് എന്ന എന്താ സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ ലെറ്റേഴ്സിന് നമ്മൾ ഷോൾവി എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, കലാം യൂസ് ടു ഡെലിവർ ന്യൂസ് പേപ്പർ ഏർലി ഇൻ ദ മോർണിംഗ് ടു ഹിസ് കസ്റ്റമേഴ്സ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഹി മീറ്റ്സ് മിസ്റ്റർ കുമാർ, വൺ ഓഫ് ഹിസ് നൈബേഴ്സ്, while delivering the newspaper. Let's see how they converse. എന്താണ് ഇവിടെ? കലാം എന്നും ന്യൂസ് പേപ്പർ കൊണ്ടുപോയി കൊടുക്കാൻ പോകുമ്പോൾ ഒരു ദിവസം അവന് അവൻ്റെ അയൽവാസിയായിട്ടുള്ള മിസ്റ്റർ കുമാറിനെ മീറ്റ് ചെയ്യാണ്. ദെൻ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അല്ലേ. സോ എന്താ പറയുന്നത്? കലാം ഹലോ സർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. ദെൻ കുമാർ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് അബ്ദുൽ, ഹൗ ആർ യു എന്ന് തിരിച്ചു പറയുന്നുണ്ട് അല്ലേ. ദെൻ കലാം ഐ എം ഡൂയിങ് ഗ്രേറ്റ്, നന്നായി പോകുന്നു, താങ്ക്സ് എന്ന് പറയുന്നു. ദെൻ ഹൗ ആർ യു ഡൂയിങ് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ദെൻ കുമാർ എന്താ പറയുന്നത്? ഫാന്റാസ്റ്റിക്, താങ്ക്സ് ഫോർ ആസ്കിങ്, ചോദിച്ചതിന് നന്ദി, അടിപൊളിയായി പോകുന്നു എന്ന് പറയുകയാണ് അല്ലേ. നൗ ലെറ്റ്സ് ട്രൈ ടു അനലൈസ് ദ കോൺവെർസേഷൻ. ഇനി നമുക്ക് അവരുടെ ആ ഒരു കോൺവെർസേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. ദെൻ ഹൗ ഡിഡ് ദേ ഗ്രീറ്റ് ഈച്ച് അതർ. എങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത്, ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താ? ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ദെൻ വി യൂസ് സർട്ടൻ എക്സ്പ്രഷൻ ടു ഗ്രീറ്റ് പീപ്പിൾ ആൻഡ് ടു റെസ്പോണ്ട് ടു ഗ്രീറ്റിംഗ്സ്.
ദെൻ ഇതുപോലെ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഓരോരുത്തരെ കാണുമ്പോൾ ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് നമ്മൾ ഗ്രീറ്റിങ്സ് പറയാറുണ്ട്. ദെൻ അതുപോലെ അതിന് ആ രീതിയിൽ പല റെസ്പോൺസുകൾ, പ്രതികരണങ്ങളും നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്താ, ഗ്രീറ്റിങ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഹായ്, ഹലോ എന്ന് പറയാം. അതുപോലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയാം അല്ലേ. ദെൻ അതുപോലെ ഹൗ ആർ യു എന്ന് ചോദിക്കാം. ദെൻ അതുപോലെ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കാം. ദെൻ അതുപോലെ നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയാം അല്ലേ. ദെൻ ഇതിനൊക്കെ കിട്ടുന്ന റെസ്പോൺസ് എന്തായിരിക്കും, ഹായ്, ഹലോ എന്ന് തന്നെയായിരിക്കും ആദ്യം കിട്ടുന്ന റെസ്പോൺസ്. പിന്നെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചും കിട്ടുന്ന റെസ്പോൺസ് അല്ലേ. ദെൻ ഹൗ ആർ യു ചോദിക്കുമ്പോൾ എന്താ കിട്ടുക, ഐ എം ഫൈൻ, താങ്ക് യു, അല്ലെങ്കിൽ ഓക്കെ, താങ്ക് യു, ക്യാൻ കംപ്ലൈൻ, നോട്ട് ബാഡ് എന്നൊക്കെ പറയൂലേ. ദെൻ അതുപോലെ ഹൗ ഡു യു ഡു ചോദിക്കുമ്പോൾ എന്ന് പറയും, സെയിം ആസ് ഓൾവേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൗ ഡു യു ഡു എന്ന് തിരിച്ചും ചോദിക്കാം. ദെൻ അതുപോലെ നൈസ് ടു മീറ്റ് യു എന്ന് പറയുകയാണെങ്കിൽ നൈസ് ടു മീറ്റ് യു ടു എന്ന് പറയാം അല്ലേ. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. സോ ഇനി നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആണ് വരുന്നത്, അത് നമ്മളിവിടെ പറയുന്നില്ല. ദെൻ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.